السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ പ്രിയം നിറഞ്ഞ സിറാ പഠിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ വ്യത്യസ്ത തലങ്ങൾ നമ്മുടെ ജീവിതവുമായി പഠിച്ചു നോക്കി എങ്ങനെയൊക്കെ ആ പ്രവാചക ചര്യകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ കഴിയുമോ അതിനൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗം ആളുകളുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റ രീതികളും അവരോടുള്ള ഇടപഴകലുമാണ് നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായി മനസ്സിലാക്കി വരുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സമൂഹത്തിൽ അധസ്ഥിതരായി ഗണിക്കപ്പെട്ടിരുന്ന ഒരുപക്ഷെ ചർച്ചകളിലും ചിന്തകളിലും ഒന്നും അങ്ങനെ ഒരു മനുഷ്യ വിഭാഗം തന്നെ ഇല്ല എന്ന് ആളുകൾ കരുതിയിരുന്ന, സമൂഹത്തിൽ അന്ന് ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയരായിരുന്ന, ഏറ്റവും താഴെത്തട്ടിൽ ഗണിച്ചിരുന്ന ആളുകൾ, അടിമകൾ എന്നൊരു പക്ഷേ നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ആളുകൾ, അവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനങ്ങൾ എന്തായിരുന്നു എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഏതൊരു വിഷയത്തെയും പോലെ തന്നെ ഈ വിഷയത്തിനും സമകാലിക പ്രസക്തിയുമുണ്ട്. നമ്മൾ മുൻപ് വിശദീകരിച്ച പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇന്നും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് അടിമകൾ എന്നൊരു വിഭാഗം ഇല്ലെങ്കിലും ഇസ്ലാമിലെ അടിമത്തത്തെക്കുറിച്ചും ലോകത്ത് കടന്നു വന്ന ഒരുപാട് നവോത്ഥാനങ്ങൾ സൃഷ്ടിച്ച മതമാണല്ലോ ഇസ്ലാം, പിന്നെ എന്തുകൊണ്ട് അടിമത്തത്തെ നിരോധിച്ചില്ല എന്നുമുള്ള ചോദ്യങ്ങളുമൊക്കെ ഇന്നും ഇസ്ലാം വിമർശകരിൽ നിന്ന് നേരിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാം ഒരിക്കലും ഇസ്ലാം കണ്ടുപിടിച്ച ഒരു സംഗതി ആയിരുന്നില്ല അടിമത്തം. ആളുകളുടെ വിമർശനങ്ങൾ കേട്ടാൽ എപ്പോഴും അങ്ങനെയാണ് തോന്നുക. അതുവരെ അടിമത്തമില്ലായിരുന്നു. ഇസ്ലാം വന്നപ്പോ അടിമത്തം എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നു. ഒരുപാട് ആളുകൾ അതുമൂലം അടിമകളായി മാറി. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് സ്പെയിൻ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്നത്തെ യൂറോപ്പിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് സ്പെയിനും പോർച്ചുഗലും ഒക്കെയാണ് ആദ്യം അത് തുടങ്ങി വെച്ചത്. ഇംഗ്ലണ്ടും അടിമ കച്ചവടം, ആഫ്രിക്കയിൽ നിന്നും മറ്റും അടിമകളെ അമേരിക്കയിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും അവർ കച്ചവടം ചെയ്തു. ആ ഒരു അടിമകളെയും ആ അടിമ സമ്പ്രദായത്തെയും വളരെയധികം ഹീനമായ കൃത്യങ്ങളായി ഇന്നും ആളുകൾ മനസ്സിലാക്കി വരുന്നു. അതിനെ ഇസ്ലാമിലുള്ള അടിമത്തവുമായി കൂട്ടിക്കെട്ടി, അടിമത്തം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനുള്ളിലുള്ളതും ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമത്തത്തെ നിലനിർത്തിയതും അടിമകളോട് പെരുമാറിയതുമൊക്കെ ഈ 16-ാം നൂറ്റാണ്ടിലും 15-ലും 17-ലും നൂറ്റാണ്ടിലും ഒക്കെ ആളുകൾ അടിമകളോട് കാണിച്ചിരുന്ന അതേ രൂപത്തിലാണ് എന്ന് സമീകരിക്കുന്ന ആളുകളെ നമുക്കത് കാണാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരാവർത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അടിമത്തം എന്നും പ്രവാചകന്റെ കാലത്തെ അടിമകൾ എന്തായിരുന്നു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളോടുള്ള പരിഗണനയും പ്രവാചക അധ്യാപനങ്ങളും കണ്ട് പിൽക്കാലത്ത് പലരും, ചില സ്വഹാബിമാരടക്കം, അടിമയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് കുതിച്ചുപോയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം.
സുഅദ ബിൻത് സഅലബ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ചരിത്രത്തിൽ അവർ ബനു മാൻ ഗോത്രം, അവരുടെ ഗോത്രം ബനു മാൻ ഗോത്രക്കാരിയാണ്. അവരൊരിക്കൽ തന്റെ ചെറിയ കുട്ടിയെയും കൊണ്ട് ബനു മാൻ ഗോത്രം തന്റെ ഗോത്രത്തിൽ സന്ദർശിക്കാനെത്തി. ജാഹിലിയ കാലത്തെ സംഭവമാണ്. അപ്പൊ അവർ ഗോത്രത്തിലെത്തി. അവർ ആ സ്വന്തം ഗോത്രത്തിനിടയിൽ സ്വന്തം ചെറിയ കുട്ടിയെയും കൊണ്ട് അങ്ങനെ ആ സന്ദർശനത്തിൽ അവിടെ ഇങ്ങനെ താമസിച്ച് കഴിച്ചു കൂട്ടുന്നതിനിടയിലാണ് മറ്റൊരു ഗോത്രം വന്ന് അവരെ ആക്രമിക്കുകയും അവരിൽ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തുകയും ഈ സുഅദയുടെ മകൻ സെയ്ദിനെ അടിമയായി അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ആ കുട്ടിയെ അവർ ഉക്കാദ് ചന്തയിൽ വിറ്റു. ഉക്കാദ് ചന്തയിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രൻ ഹക്കീം ഇബ്നു ഹിസാം ആ കുട്ടിയെ വില കൊടുത്തു വാങ്ങി, സെയ്ദിനെ വില കൊടുത്തു വാങ്ങി. ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് ചരിത്രത്തിൽ അദ്ദേഹം വിശ്രുതനായത് കഅബയ്ക്കുള്ളിൽ പ്രസവിക്കപ്പെട്ട ചരിത്രത്തിലെ ഏക മനുഷ്യനെന്നാണ്. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ കഅബയിൽ പ്രവേശിച്ചപ്പോൾ, അതിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വെച്ച് പ്രസവവേദന ഉണ്ടായി, അവിടെ തന്നെ പ്രസവിച്ചു പോവുകയായിരുന്നു ഹക്കീം ഇബ്നു ഹിസാം. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം വാങ്ങി അദ്ദേഹത്തിന്റെ മാതൃ സഹോദരി ഖദീജക്ക് റളിയല്ലാഹു അൻഹ ഈ കുട്ടിയെ അടിമയായി കൊടുത്തു. ഖദീജ റളിയല്ലാഹു അൻഹ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ചപ്പോൾ സെയ്ദിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയയായി കൊടുത്തു. അങ്ങനെയാണ് ജാഹിലിയ കാലത്ത് സെയ്ദ് എന്ന കുട്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായി വരുന്നത്. പ്രവാചകനാകുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാകുന്നതിന് മുൻപ് തന്റെ അടിമയായിരുന്ന സെയ്ദിനോട് പെരുമാറിയത് എങ്ങനെയാണ് എന്ന് ഈ ഒരൊറ്റ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സെയ്ദ് അങ്ങനെ വളർന്നു. അതിനിടയിൽ സെയ്ദിനെ അന്വേഷിച്ച് സെയ്ദിന്റെ ഉപ്പയും സെയ്ദ് ഇബ്നു ഹാരിസ എന്ന ഉപ്പയുടെ സഹോദരനും കൂടി അന്വേഷിച്ചിറങ്ങി. ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവസാനം തന്നെ പരിചയമുള്ള ഗോത്രക്കാർ ഹജ്ജിനെത്തിയപ്പോ സെയ്ദ് എന്ന കുട്ടി അവരെ കണ്ടു. അവരോട് പറഞ്ഞു, കുറച്ച് കവിതകൾ ചൊല്ലി സ്വന്തം കുടുംബത്തെയും അതുപോലെ തന്നെ ഗോത്രത്തെയും ഒക്കെ വേർപിരിഞ്ഞ് ഞാനിവിടെ ജീവിക്കുകയാണ് എന്നർത്ഥം വരുന്ന കവിതകൾ ചൊല്ലി ആ ഗോത്രക്കാർ അത് ചെന്ന ഉപ്പയോട് പറഞ്ഞു. ഉപ്പയും സഹോദരനും കൂടി മസ്ജിദുൽ ഹറമിലെത്തി മകനെ തിരിച്ചുകൊണ്ടുപോകാൻ. മുഹമ്മദ് എവിടെ എന്ന് അവർ അന്വേഷിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവാചകനല്ല, മസ്ജിദുൽ ഹറമിലുണ്ട്. അവിടെ ചെന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇബ്നു ഹിഷാം, അല്ലയോ അറബികളുടെ അഭിമാനമായി ഹിഷാം, ഹാഷിമിന്റെ മകനെ, അതുപോലെ ഇബ്നു സയ്യിദ ഖൗമിഹി, ഈ ഖുറൈശികളിലെ നേതാവിന്റെ പുത്ര, അൻതും അഹ്ലു ഹറമില്ലാഹി വജീറാനി, നിങ്ങൾ ഖുറൈശികളാണ്, അല്ലാഹുവിന്റെ ഹറമിന്റെ പരിസരവാസികളാണ്, ആ ഹറം വാസികളാണ്, ആ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവരും അതുപോലെ തന്നെ അഗതികൾക്കും അശരണർക്കുമൊക്കെ ഭക്ഷണം ഊട്ടുന്നവരും ബന്ധനസ്ഥരായ തടവു പുള്ളികളൊക്കെ മോചിപ്പിക്കുന്നവരും അടിമകളൊക്കെ മോചിപ്പിക്കുന്നവരും ഒരുപാട് ഉദാരശീലനായ ആളുകളാണ് നിങ്ങൾ. പക്ഷേ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്റെ മകൻ നിങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ഔദാര്യം കാണിക്കണം. അതിനു വേണ്ട മോചനദ്രവ്യം ഞങ്ങൾ തന്നുകൊള്ളാം. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, മോചനദ്രവ്യമായി വേണ്ടത്, എന്റെ മകന് പകരം അത് ഞാൻ തരാനും റെഡിയാണ്. പക്ഷെ എന്റെ മകൻ എനിക്ക് വേണം. അപ്പൊ ആരാണ് നിങ്ങളുടെ മകൻ? എന്റെ മകൻ സെയ്ദാണ് എന്ന ഉപ്പ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സൂചിപ്പിച്ച ചരിത്രത്തിൽ കാണാം. ഓക്കെ, ആയിക്കോട്ടെ. സെയ്ദിന് മുമ്പിൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷനുകൾ വെക്കാം. സെയ്ദിനെ വിളിക്കാം, സെയ്ദിന് നിങ്ങളോട് കൂടെ വരാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് ഒരു മോചനദ്രവ്യവും വേണ്ട, നിങ്ങളുടെ കൂടെ അവന് വരാം. ഇനി അതല്ല, സെയ്ദിന് എന്റെ അടുത്ത് നിൽക്കാനാണ് താല്പര്യമെങ്കിൽ സെയ്ദിന് എന്റെ അടുത്ത് നിൽക്കുകയും ആകാം. ഇനി അതിനേക്കാൾ അപ്പുറത്ത് അവൻ തെരഞ്ഞെടുക്കുന്ന തീരുമാനത്തിനും അപ്പുറത്ത് ഞാനൊരു തെരഞ്ഞെടുപ്പ് നടത്തില്ല. അങ്ങനെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നു. ഉപ്പയും എളാപ്പയും മുന്നിലുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ആരോടൊപ്പം നിനക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഈ മനുഷ്യന്റെ അടുക്കൽ തന്നെ താമസിച്ചാൽ മതി, ഇവിടെ തന്നെ തുടർന്നാൽ മതി എന്നാണ് സെയ്ദ് ഇബ്നു ഹാരിസ പറഞ്ഞത്. അല്ല, ഉപ്പയും എളാപ്പയും ഒക്കെ ചോദിക്കുന്നത് കാണാം, സ്വാതന്ത്ര്യത്തെക്കാൾ നീ ഇവിടെ നിന്ന് മോചനദ്രവ്യം നൽകി അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ നീ അടിമയല്ല, നീ സ്വതന്ത്രനാണ്. ഈ അടിമത്തത്തെക്കാൾ നീ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കുന്നില്ല. ഈ അടിമത്തത്തിൽ തന്നെ കാലാകാലം തുടരാനാണോ നീ ഉദ്ദേശിക്കുന്നത്?
പക്ഷേ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അടിമയായി ജീവിച്ചിരുന്ന സെയ്ദ് എന്ന മനുഷ്യന്റെ ഒരു കുട്ടിക്കൊരിക്കലും താൻ അടിമയാണ് എന്ന് തോന്നിയില്ല. ആ പ്രവാചകന്റെ ആ നല്ല മനുഷ്യന്റെ മകൻ എന്ന ഒരു തോന്നലിലാണ് സെയ്ദ് ഇതുവരെയും ജീവിച്ചു വന്നത്. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ വിട്ടു പിരിഞ്ഞ് പോകാൻ താല്പര്യമില്ല, അങ്ങനെ അവിടെ തന്നെ തുടരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികൾക്കിടയിൽ പ്രഖ്യാപിക്കുന്നത്, യാ മൻ ഹദർ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെയും അറിയാൻ വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുന്നത്, വഷ്ഹദു അന്ന സെയ്ദൻ ഇബ്നി യരിസുനി വഅരിസു, ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്, സെയ്ദ് ഇനി മുതൽ എന്റെ മകനാണ്, ഞാൻ ദത്തെടുത്ത എന്റെ മകനാണ്. യരിസുനി വഅരിസു, ഞാൻ എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അനന്തരം എടുക്കും. ഞാൻ മരിച്ചാൽ എന്റെ സ്വത്ത് അനന്തര സ്വത്ത് സെയ്ദിനുണ്ട്, സെയ്ദ് മരിച്ചാൽ അവന്റെ സ്വത്ത് എനിക്കും ഉണ്ടാകും. മകനെ പോലെ തന്നെയാണ്. അപ്പോ ഖുറൈശികളുടെ ആ ഗോത്രത്തിൽ മസ്ജിദുൽ ഹറമെ അത് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടുകൂടി ഉപ്പയ്ക്ക് സമാധാനമായി. കാരണം ഒരു അടിമ എന്നതിനേക്കാൾ അപ്പുറത്തൊരു മകൻ, ഒരു ദത്തുപുത്രൻ എന്ന അർത്ഥത്തിലാണല്ലോ ഇപ്പോൾ തന്റെ മകൻ നല്ല സ്വഭാവവും നല്ല രൂപത്തിൽ അറിയപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ദത്തുപുത്രനായിട്ടാണല്ലോ ഖുറൈശ് ഗോത്രത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ അത് തുടർന്നു. അന്ന് മുതലാണ് ആളുകൾ അദ്ദേഹത്തെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. മുഹമ്മദിന്റെ മകൻ സെയ്ദ്. ഈ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരേ ഒരു സ്വഹാബി സൂറത്തുൽ അഹ്സാബിൽ ഫലമ്മ ഖളാ സെയ്ദ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ തന്റെ കുടുംബക്കാരിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ ആ വിവാഹബന്ധം മുന്നോട്ട് പോയില്ല. പിന്നെ അവസാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൈനബിനെ വിവാഹം കഴിച്ചു. അതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദമായി പ്രതിപാദിച്ചു. അന്ന് മുനാഫിക്കുകളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളും പറഞ്ഞു വരുത്തി മുഹമ്മദ് സ്വന്തം മകന്റെ ഭാര്യ വിവാഹം കഴിച്ചു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിൽ ഒക്കെ അള്ളാഹു വിശദമായി പറയുന്നത്, മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒരാളുടെയും ഒരു പുരുഷന്റെയും പിതാവല്ല, വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യിൻ, അള്ളാഹുവിന്റെ ദൂതനും അന്ത്യപ്രവാചകനുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുഊഹും ലിആബാഇഹിം വഅഖ്സതു ഇൻദല്ലാഹ്, ഒരിക്കലും ദത്തുപുത്രനാണെങ്കിലും ശരി, ഒരാളെ നമ്മൾ ദത്തെടുത്താലും ശരി, അയാളുടെ സ്വന്തം പിതാവിലേക്കല്ലാതെ ചേർത്ത് പറയാൻ പാടില്ല. ഉദൂഹും ലിആബാഇഹിം വഅഖ്സതു ഇൻദല്ലാഹ്, നിങ്ങൾ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്താണ് വിളിക്കേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നീതിപൂർവമായിട്ടുള്ളത്. അന്ന് മുതൽ പിന്നെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് വിളിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി കൂടിയായിരുന്നു സെയ്ദ് ഇബ്നു ഹാരിസ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെയും അദ്ദേഹത്തിന്റെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദിനെയും അള്ളാഹുവിന്റെ റസൂൽ അത്രയേറെ സ്നേഹിച്ചത് ചരിത്രത്തിൽ മുമ്പ് ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഇതാണ് ജാഹിലിയ കാലത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എങ്ങനെയോ എത്തിപ്പെട്ട സെയ്ദ് എന്ന ഒരു അടിമയായി എത്തിപ്പെട്ട മനുഷ്യന്റെ കഥ. പ്രവാചകത്വം ലഭിച്ചു. ഇസ്ലാം അടിമത്വത്തിന്റെ പാഠങ്ങൾ എന്താണ്, അടിമകളോട് സ്വീകരിക്കേണ്ട നിലപാട്, എങ്ങനെയാണ് അടിമകളോട് പെരുമാറേണ്ടത്, അടിമകൾ പോട്ടെ തന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾ, ജോലിക്കാർ, അവരോട് പെരുമാറണം. ഒരാളെ നമ്മൾ ജോലിക്ക് വിളിച്ചാൽ എങ്ങനെയാണ് അയാളോട്, ഏതൊരു രൂപത്തിലാണ് അയാളുടെ സമീപനം സ്വീകരിക്കേണ്ടത് എന്നതൊക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10 വർഷക്കാലം ഖാദിം ആയി, അടിമയല്ല ജോലിക്കാരനായി ഭൃത്യനായി കൂടെ നടന്നയാളാണല്ലോ അനസ് ഇബ്നു മാലിക്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോ എന്റെ ഉമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് അബൂ ത്വൽഹ എന്റെ കൈ പിടിച്ചു. എന്നെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന അനസൻ ഗുലാമുൻ ഖയ്യിസ്, അനസ് ഇതാ നല്ല ബുദ്ധിയുള്ള, നല്ല ആലോചനാശേഷിയുള്ള, ചിന്താശേഷിയുള്ള കുട്ടിയാണ് അനസ്. ഫലിയഖ്ദുമുക്, അനസ് താങ്കൾക്ക് പിന്നെ ജോലികൾ ചെയ്തു തരാനായി, ഖിദ്മത്ത് ചെയ്തു തരാനായി അനസിനെ ഞാൻ ഇവിടെ നിർത്തട്ടെ, അനസ് ഇവിടെ നിന്നോട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദത്തോടു കൂടി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫഖദംതുഹു ഫിൽ ഹദരി വസ്സഫർ, പിന്നെ ഏത് യാത്രയിലും ഏത് സ്ഥലത്തും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിഴൽ പോലെ ഞാൻ എന്ന അനസ് എന്ന ഭൃത്യൻ ഉണ്ടായിട്ടുണ്ട്. ഫവല്ലാഹി മാ ഖാല ലി ഷൈഇൻ സനഅതുഹു ലിമ സനഅത ഹാദാ ഹകദ, ഞാൻ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എത്ര കാലം പ്രവാചകന്റെ അടുത്തുണ്ടായിട്ടുണ്ടോ അത്രയും കാലം എന്താണ് അനസേ ഇത് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല.
ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് എന്താണ് അനസേ നീ ഇത് ഇങ്ങനെ ചെയ്യാത്തത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഒരിക്കലും പോലും ചോദിച്ചിട്ടില്ല എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യന്മാരോടും ജോലിക്കാരോടും ആളുകൾ എപ്പോഴും നിസാരമായി ഗണിക്കുന്ന അടിമകളോടും ഒക്കെയുള്ള ഈ പെരുമാറ്റം സ്വഹാബിമാർക്കും അവർക്കും വലിയ അത്ഭുതമായിരുന്നു. കാരണം അവർ ജാഹിലിയത്തിലെ പെരുമാറ്റം കണ്ടിട്ട് അതിൽ നിന്ന് ഒരു പരിവർത്തനത്തിലേക്ക് അവർ കടക്കുന്നതേ ഉള്ളൂ. അറബികൾക്ക് അത്രയേറെ അത്ഭുതമായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആർക്കും കടന്നു വരാമായിരുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് മദീനയിലെ ഏറ്റവും ഒരു ചെറിയ കുട്ടി, ഒരു അടിമയായിരുന്ന ഒരു കുട്ടി പ്രവാചകന്റെ കൈയും പിടിച്ച് ആ കുട്ടിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് മദീനയുടെ ഏതെങ്കിലും അറ്റത്തേക്കോ മദീനയുടെ പുറത്തേക്കോ പോയാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവദിച്ചു കൊടുക്കുമായിരുന്നു. ഇൻകാനത്തിൽ അമതു മിൻ ഇമാഇ അഹ്ലിൽ മദീന ലതഅഖുദു ബിയദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയും പിടിച്ച് ചെറിയ അടിമ പെൺകുട്ടികൾ അവർ പോകുമായിരുന്നു. മദീനയിലുള്ള അടിമ പെൺകുട്ടികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൻതലിഖു ബിഹി ഹൈതു ശാഅത്. ആ ചെറിയ പെൺകുട്ടി പോകുന്നിടത്തേക്ക് അല്ലാഹു റസൂൽ കൂടെ പോകുമായിരുന്നു. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകാം, എന്തെങ്കിലും ചെറിയ കുട്ടിയാണ് എന്തെങ്കിലും സഹായിക്കാം. അങ്ങനെ ചെറിയ കുട്ടിക്ക് പോലും കൈ പിടിച്ച് പോകാൻ മാത്രം സ്വാതന്ത്ര്യം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അടിമകൾക്കുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ഹദീസുകൾ, എത്രയോ സംഭവങ്ങൾ, രസകരമായ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. ഇസ്ലാമിലെ അടിമത്തം എന്താണ്, അതിനെ ആ വാക്ക് നമ്മൾ പറയുന്നത് മലയാളത്തിൽ അങ്ങനെ പരിഭാഷപ്പെടുത്താൻ കഴിയുള്ളൂ, അടിമത്തം. ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിത്രങ്ങൾ ഒരു പക്ഷേ പിന്നീട് ഒരു കാലത്ത് ഇസ്ലാമിനും എത്രയോ കാലഘട്ടങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ കാലഘട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ, 10ഉം 11ഉം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ലോകം അടിമകൾ എന്ന് വിളിച്ച ആ ആഫ്രിക്കയിലെ നീഗ്രോ വംശജരെ അടിമകളാക്കി വിറ്റിരുന്ന ഒരു കാലഘട്ടം, ആ ക്രൂരതകളും പീഡനങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ ഇസ്ലാം അടിമകളോടും ജോലിക്കാരോടും ചെറിയ ആളുകളെപ്പോഴും നിസാരമായി കാണുന്ന ഈ താഴ്ന്നവരായി ഗണിക്കുന്ന ആളുകളോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച സമീപനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെടലുകളും ഒക്കെ കേൾക്കുമ്പോൾ എത്ര വലിയ അത്ഭുതമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുക എന്നും പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയും. ഇദാ അത അഹദുകും ഖാദിമഹു ബിതുആമി, നിങ്ങളുടെ ആരുടെയെങ്കിലും അടുക്കൽ അടിമയല്ല ഭൃത്യൻ, അടിമയായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഖാദിം, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിങ്ങളുടെ ആൾ, ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിക്കാരൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കുള്ള ഭക്ഷണവുമായി വന്നാൽ കൂടെ ചിലപ്പോ ആ ഒരു ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു പക്ഷേ അയാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല, അയാൾക്ക് വേറെ ജോലി ഉണ്ടാകാം. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സദസ്സിൽ അതിഥികളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ചിലപ്പോൾ അയാളെ ഇരുത്തുകയും ചെയ്തു കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും അയാൾക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ഉരുളകൾ, ഒന്നോ രണ്ടോ പിടി അയാൾക്ക് കൊടുക്കണം. കാരണം അയാളാണല്ലോ ആ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ചൂടും അത് തയ്യാറാക്കുന്നത്, പാകം ചെയ്യുന്നതിനുള്ള പ്രക്രിയയിലുമൊക്കെ അതിന്റെ ചൂടും അതുപോലെ തന്നെ അതിന്റെ പണികളും ഒക്കെ ചെയ്യുന്നത് അയാളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ അയാൾക്ക് ആ ഭക്ഷണം കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം, ഉടമ കഴിക്കുന്ന ഭക്ഷണം അതേ ഭക്ഷണം അടിമയെ കഴിപ്പിക്കണമെന്ന്, ഉടമ ധരിക്കുന്ന വസ്ത്രം അതേ വസ്ത്രം അടിമയെ ധരിപ്പിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. ഒരിക്കൽ പ്രവാചക വഫാത്തിനു ശേഷം ഒരാൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ റബദയിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം പിന്നീട് താമസമാക്കിയത് റബദ എന്ന് പറയുന്ന സ്ഥലത്താണ്. അബൂദർ ഗിഫാരി. അവിടെ വെച്ച് നോക്കുമ്പോൾ അബൂദർ നടന്നു വരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അദ്ദേഹത്തിന് അടിമയും നടന്നു വരുന്നു. രണ്ടുപേരുടെയും വസ്ത്രം ഒരേ സ്റ്റൈൽ, ഒരേ നിലവാരത്തിലുള്ള വസ്ത്രം. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങളും നിങ്ങളുടെ അടിമയും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു? അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായ ഒരു സംഭവം ഓർത്തെടുത്ത് അത് ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു. ഇന്നി സബബ്തു റജുലൻ ഫഅയ്യർതുഹു ബി ഉമ്മി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഒരടിമയെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു. അവസാനം ഫഅയ്യർതുഹു ബി ഉമ്മി, അവന്റെ ഉമ്മയെ ചേർത്ത് ഞാൻ അവനെ മോശമാക്കി പറഞ്ഞു. അത് മറ്റു ചില റിപ്പോർട്ടുകൾ കറുത്തവരുടെ മകൻ അല്ലെങ്കിൽ അടിമ സ്ത്രീയുടെ മകൻ എന്നൊക്കെയാണ് എന്ന്
ചില റിപ്പോർട്ടുകൾ ഹദീസുകൾ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ചു, യാ അബൂദർ അയ്യർതഹു ബി ഉമ്മി, അബൂദർ നീ അവനെ നിന്റെ ഉമ്മയുടെ പേര് പറഞ്ഞ് നീ മോശമാക്കി പറഞ്ഞു, നീ ചീത്ത വിളിച്ചോ? ഇന്നക ംറുഉൻ ഫീക ജാഹിലിയ്യ, ഇസ്ലാമിലായെങ്കിലും അബൂദർ ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശങ്ങൾ നിന്നിൽ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്, അങ്ങനെ ഒരു വ്യക്തിയാണ് അബൂദർ നീ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനെ ശകാരിച്ചു. ഇഖ്വാനുക്കും ഖവലുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന് ആദ്യം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭൃത്യന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ അടിമകൾ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും, അല്ലാഹു ഈ ദുനിയാവിൽ നിങ്ങളുടെ കീഴിൽ അവരെ ആക്കിയിരിക്കുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ഈ ദുനിയാവിൽ അവരെ നിങ്ങളുടെ കീഴിൽ, നിങ്ങളുടെ കൈകൾക്ക്, നിങ്ങളുടെ അധീനത്തിലാക്കിയിരിക്കുന്നു. ഫമൻ കാന അഹൂഹു തഹ്ത യദിഹി, ആരുടെ സഹോദരനാണോ അവന്റെ കീഴിലുള്ളത്, ഫല്യുത്ഇംഹു മിമ്മാ യഅകുൽ, അവൻ എന്താണോ കഴിക്കുന്നത് അതേ ഭക്ഷണം അവന്റെ അടിമയ്ക്കും അവന്റെ സഹോദരൻ എന്നാണ് പ്രവാചകൻ പ്രയോഗിച്ചത്, അവനെയും കഴിപ്പിക്കട്ടെ. വൽയുൽബിസുഹു മിമ്മാ യൽബസ്, എന്താണോ അവൻ ധരിക്കുന്നത് അവൻ അതേ വസ്ത്രം തന്റെ സഹോദരനെയും ധരിപ്പിക്കട്ടെ. വലാ തുകല്ലിഫുഹും മാ യഗ്ലിബുഹും, ഒരാൾക്ക്, ഒരു അടിമയ്ക്ക് നിന്റെ സഹോദരന് കഴിയാത്തത് നീ അവന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്, ചെയ്യാൻ കഴിയാത്തത് ജോലികൾ ഏൽപ്പിക്കരുത്. ഫൈൻ കല്ലഫ്തുമൂഹും ഫഅയിനുഹും, ഇനി അങ്ങനെ വളരെ പ്രയാസമേറിയ എന്തെങ്കിലും ജോലികൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഫഅയിനുഹും, നീ അവനെ സഹായിക്കും, നിങ്ങൾ അവരെ സഹായിക്കുകയും വേണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അബൂദർ റളിയല്ലാഹു ഇതൊക്കെ കേട്ടു. ഇത് ആ മനുഷ്യരെ, അതുകൊണ്ടാണ് ഞാനും എൻ്റെ അടിമയും ഒരേ വസ്ത്രം ധരിച്ച് നടക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇടപാടുകൾ, ഈ ഇടപെടലുകൾ, ഈ സംസാരങ്ങൾ, ഇതൊക്കെയും സ്വഹാബിമാർക്കിടയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. സ്വഹാബിമാർക്കിടയിൽ എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജോലികൾ ചെയ്തു കൊടുക്കുന്ന യഹൂദികളായ മനുഷ്യർ, ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഖിദ്മത്തുകൾ ചെയ്ത, ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന യഹൂദിയായത് ചെറിയ കുട്ടി. ആ സംഭവം സുപരിചിതമാണ്. ആ കുട്ടി രോഗഗ്രസ്തനായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ വന്നു. യഹൂദിയുടെ വീട്ടിൽ യഹൂദന്റെ മകനെ, തനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തു വന്ന യഹൂദന്റെ മകനെ സന്ദർശിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസ്. ആ ചെറിയ കുട്ടിയുടെ തലയുടെ ഭാഗത്ത് പ്രവാചകൻ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അസ്ലിം, മോനെ നീ ഇസ്ലാം സ്വീകരിക്കണം. ആ കുട്ടി ഇങ്ങനെ യഹൂദനായ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം. ഉപ്പ പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ നീ അനുസരിച്ചു, നീ ഇസ്ലാം സ്വീകരിച്ചോ, പ്രശ്നമില്ല, അബുൽ ഖാസിം എന്താണോ പറയുന്നത് നീ കേട്ടോ, അത് അനുസരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. വീട്ടുകാരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. ആ ചെറിയ കുട്ടിയെ, അവനെ നരകത്തിൽ നിന്ന് സംരക്ഷിച്ച, അതിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇങ്ങനെ ഒരു പക്ഷേ സ്വഹാബിമാരിൽ പോലും പലപ്പോഴും ചില ആളുകളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിലപ്പോൾ അവർ ഖിദ്മത്ത് ചെയ്തു കൊടുക്കുന്ന ആളുകളായിരുന്നിരിക്കാം. നമുക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ജോലിക്കാർ അത് വേണ്ട, നമുക്ക് ചെറിയ ചെറിയ ഉപകാരികളാകുന്ന ആളുകൾ, അവരെ നമ്മൾ എത്രത്തോളം പരിഗണിക്കാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. സ്വഹാബിമാർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ, വലിയ മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു പക്ഷേ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധിച്ച് നടക്കുമോ എന്ന് അവർക്ക് അത്ഭുതമായി. അതുകൊണ്ടാണ് മസ്ജിദുൻ നബവിയെ അടിച്ചുവാരിയിരുന്ന സ്ത്രീയുടെ മരണം സ്വഹാബിമാർ അവരെ അറിയിക്കാത്തത്. ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഫകഅന്നഹും സഗ്ഗറു അംറഹ, സ്വഹാബിമാർ വിചാരിച്ചത്, മസ്ജിദുൻ നബവിയിലെ അടിച്ചുവാരുന്ന, അത് വൃത്തിയാക്കുന്ന സ്ത്രീ, ആ സ്ത്രീ അല്ലാഹുവിന്റെ റസൂൽ അവരെയൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ലല്ലോ, അവർ മരണപ്പെട്ടു എന്നത് പ്രവാചകന്റെ അടുത്ത് പറയാൻ മാത്രമുള്ളൊരു വാർത്ത എന്നൊന്നും സ്വഹാബിമാർക്ക് തോന്നിയില്ല. കാരണം അവരെ ആരും അങ്ങനെ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കറുത്ത സ്ത്രീ ആയിരുന്നു അവരെന്ന് ചരിത്രത്തിൽ കാണാം. ചില റിപ്പോർട്ടുകളിൽ അതിലൊരു പുരുഷനായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം. ഏതായിരുന്നാലും അവർ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും അറിയിച്ചില്ല. പിന്നീട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് സ്വഹാബിമാർ പറയുന്നത്, അവർ മരിച്ചുപോയി അല്ലാഹുവിന്റെ പ്രവാചകൻ. അഫലാ കുൻതും ആദൻതുമുനി, നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാത്തത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. എന്ത് നിങ്ങൾ എന്നെ അറിയിക്കാത്തത്, എന്ത് നിങ്ങൾ എന്നെ വിളിക്കാത്തത്? ദുല്ലൂനി അലാ ഖബ്രിഹാ, അവരുടെ ഖബർ എവിടെ എന്ന് പ്രവാചകൻ ചോദിച്ചു. ഖബറിൽ എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. അവരുടെ ഖബർ സ്വഹാബിമാർ കാണിച്ചു കൊടുത്തു. ആ ഖബറിന്റെ അടുത്ത് ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
ഉദ്ധരിക്കുന്നത് കാണാം. ആ നിസ്കാരം കഴിഞ്ഞ് ആ ഖബറിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ സ്വഹാബിമാരോട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂർ മംലൂഅത്തുൻ ദുൽമതൻ അലാ അഹ്ലിഹാ. ഈ ഖബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇരുട്ട് നിറഞ്ഞതാണ്. ഖബറുകൾ ഇരുട്ട് നിറഞ്ഞതാണ്. ആ മനുഷ്യന്മാർക്ക് ആ ഇരുട്ടിൽ ഞാൻ അവർക്ക് വേണ്ടി നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹു ഉറപ്പായും അവരുടെ ഖബറിന് പ്രകാശപൂരിതമാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി അവിടെ പോയി നമസ്കരിക്കാനുള്ള കാരണം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസ്. അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സംവിധാനത്തിൽ, നമ്മുടെ ഒരു കൂട്ടായ്മയിൽ, നമ്മുടെ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന മേഖല, നമ്മുടെ വീട്ടിൽ നമുക്കൊക്കെ ചെറിയ ഉപകാരങ്ങൾ ചെയ്തു തരുന്ന ആളുകളുണ്ടാകും. നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന ചില ജോലികളൊക്കെ നമുക്ക് വേണ്ടി നിർവഹിച്ചു തരുന്ന, ഒരു പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു തന്നെ എത്രയോ സംഭവങ്ങൾ ഉദ്ധരിച്ചാൽ തീരാത്ത സംഭവങ്ങളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട് ഒരുപാട് അവിടെ സന്ദർശിക്കുമായിരുന്നു. അനസ് റളിയല്ലാഹുവിന്റെ വീട് മദീനയുടെ മസ്ജിദ് നബവിയുടെ ആ പ്രദേശത്ത് നിന്ന് കുറച്ച് അകലെയാണ്. എപ്പോഴും പോയി വരാൻ കഴിയുന്ന അകലത്തിലല്ല. ഖുബാഇന്റെ ഒക്കെ അടുത്താണ് അനസ് റളിയല്ലാഹുവിന്റെ വീട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ശനിയാഴ്ചകളിലാണ് അങ്ങോട്ട് പോകാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോകും. അവിടെ കിടന്നുറങ്ങും. അനസ് റളിയല്ലാഹുവിന്റെ വീടുമായി അല്ലാഹുവിന്റെ റസൂലിന് വേറെ ചില ബന്ധങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന വഴിയുള്ള മുലകുടി ബന്ധം അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മു സുലൈമുമായും അവരുടെ സഹോദരി ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുമായും ഒക്കെ പ്രവാചകനുണ്ട്. അവർ അന്ന് വളരെ വയസ്സായ സ്ത്രീകളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് പോകും. അവിടെ കിടന്നുറങ്ങും. കുറച്ച് സമയം അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ പേൻ നോക്കി കൊടുക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതിനൊക്കെ ചില വിമർശകന്മാർ എടുത്ത് വലിയ സംഭവം ഉദ്ധരിക്കാറുണ്ട്. പ്രവാചകൻ ഒരു അന്യ സ്ത്രീയുടെ വീട്ടിൽ പോയി അവിടെ കിടന്നുറങ്ങി, പിന്നെ അവർ പ്രവാചകന്റെ തലയിൽ പേൻ നോക്കി കൊടുത്തു. പ്രവാചകൻ അങ്ങനെ വൃത്തിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു, പ്രവാചകന്റെ തലയിൽ പേനുണ്ടായിരുന്നു എന്നൊക്കെ ഈ റിപ്പോർട്ടുകൾ വെച്ച് വിമർശകർ പറയുന്നത് കാണാം. അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ പ്രായവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 വയസ്സെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്റെ ഉമ്മ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘടന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ ഈ ജീവിച്ചിരിക്കുന്ന ഈ പറയുന്ന സംഭവം നടക്കുന്ന മദീന കാലഘട്ടത്തിൽ ചുരുങ്ങിയത് 70 വയസ്സെങ്കിലും ഈ പറഞ്ഞ സ്ത്രീകൾക്കുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുലകുടി ബന്ധത്തിലുള്ള ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയുന്നത് കാണാം. എങ്ങനെ ആയിരുന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ മഹ്റമുകളായിരുന്നു ആ സ്ത്രീകൾ, ഒരിക്കലും അന്യ സ്ത്രീ ആയിരുന്നില്ല. ഒരു സാധാരണ ഒരു വയസ്സായ ഒരു സ്ത്രീയുടെ അടുക്കൽ ചെല്ലുമ്പോൾ, വയസ്സൊന്നും ആകണ്ട, കുറച്ചൊക്കെ ഒരു പ്രായമെത്തിയ മധ്യവയസ്ക ആയ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുമ്പോൾ തന്നെ ചെറിയ മക്കളെ അല്ലെങ്കിൽ മക്കളുടെ പ്രായമുള്ള അല്ലെങ്കിൽ ലാളിക്കുന്ന വാത്സല്യമുള്ള പ്രായമുള്ള ആളുകൾ മടിയിൽ കിടക്കുമ്പോൾ അവരുടെ തലയിൽ പേനൊന്നും ഉണ്ടാകണമെന്നില്ല. തല ഇങ്ങനെ നോക്കുക എന്നുള്ള സ്വാഭാവികമാണ്. അതൊരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പൊ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ അത്രത്തോളം പരിഗണിച്ചിരുന്നു. അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ ചെന്ന് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ ആ വീട്ടുകാരൊക്കെ വിളിക്കും. അനസെ എല്ലാവരും വിളിക്കാൻ പറയും. എന്നിട്ട് ആ വീട്ടുകാർക്ക് ഇമാമായി പ്രവാചകൻ ആ വീട്ടിൽ നിസ്കരിക്കും. ആ വീട്ടിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോഴാണ് സ്വപ്നം കണ്ട് പ്രവാചകൻ പുഞ്ചിരിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ തൊട്ടടുത്തു. ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് നിങ്ങൾ ചിരിപ്പിച്ചത്? എന്താണ് നിങ്ങൾ ചിരിക്കാനുള്ള കാരണം? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നാസും മിൻ ഉമ്മത്തി യർകബൂനൽ ബഹർ, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഭാവിയിൽ അവർ കപ്പൽ യാത്ര നടത്തും. അതൊരു പ്രവചനം കൂടിയാണ്. പ്രവാചകൻ നടത്തിയൊരു പ്രവചനമാണ്. കപ്പൽ യാത്ര നടത്തുന്നു. മുലൂക്കൻ അലൽ അസിറ, രാജാക്കന്മാർ ഇങ്ങനെ ഗാംഭീര്യത്തോടുകൂടി സിംഹാസനത്തിൽ ഇരുന്നിങ്ങനെ ഇരിക്കുന്നത് പോലെ എന്റെ ഉമ്മത്തിലെ പിൽക്കാലത്ത് വരുന്ന സ്വഹാബിമാരിൽ ചിലർ അവർ കപ്പലുകളിൽ ഇങ്ങനെ ഗാംഭീര്യത്തോടു കൂടി ഇരുന്ന് നാവികസേന എന്ന പോലെ അവർ കപ്പൽ യാത്ര നടത്തും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുശക്തമായ ഒരു കരസേന പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇസ്ലാമിന് പിന്നീട് ഒരു കപ്പൽ യാത്ര നടത്തുന്ന ജിഹാദ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും എന്ന്. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അവർ നല്ല വയസ്സായപ്പോൾ തന്നെ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെയും കൂടി ആ സംഘത്തിൽ ഉൾപ്പെടുത്താൻ അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ഇവരെയും കൂടി ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയെയും കൂടി ആ സംഘത്തിൽ ഉൾപ്പെടുത്താൻ. പിന്നെയും റസൂലും മയക്കത്തിലേക്ക് പോയി, പിന്നെയും ഞെട്ടി എഴുന്നേറ്റു, പിന്നെയും ചിരിച്ചു. അപ്പൊ വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. അപ്പൊ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെ ആ സംഘത്തിലും കൂടി ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കണം.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഹറാം ഇല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞ ആ സംഘത്തിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ പ്രവചനം അതേപടി പുലർന്നു. പ്രവാചക വഫാത്തിനും കാലങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു കത്തെഴുതി. മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഷാമിന്റെ സിറിയയുടെ ഗവർണർ. ഇന്നത്തെ സിറിയ, ജെറുസലേം ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങൾ, ഇന്നത്തെ ഫലസ്തീൻ, അതിന്റെ തീരങ്ങൾ, മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണ്യാഴി, അപ്പുറത്ത് ഗ്രീക്കുകാർ, റോമൻ സാമ്രാജ്യം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന റോമൻ സാമ്രാജ്യത്തിന് കപ്പൽപ്പടയെ ഒരു ഭീഷണിയാകുമ്പോൾ മുസ്ലിങ്ങൾ ഒരു നാവികപ്പട ഉണ്ടാക്കണം എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സജഷൻ, ഒരു നിർദ്ദേശം വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചില്ല. പല കാരണങ്ങളുണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും മുആവിയ റളിയല്ലാഹു അൻഹു നിർദ്ദേശം വെച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. ഇസ്ലാമിലെ ആദ്യത്തെ കപ്പൽ പട തയ്യാറായി. മുആവിയ റളിയല്ലാഹു അൻഹു അതിനു വേണ്ട നേതൃത്വം കൊടുത്തു. കപ്പലുകൾ നിർമ്മിച്ച് ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾ അവരുടെ നേവി ഉണ്ടാക്കി. അതിന്റെ ഒന്നാമത്തെ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ പ്രവചനം പുലർന്നു. ഉമ്മു ഹറാം റളിയല്ലാഹു ആ യാത്രയിൽ ഉണ്ടായിരുന്നു. അപ്പുറത്ത് ചെന്ന് ഒരു ദ്വീപിൽ, മധ്യധരണ്യാഴിയിലെ ദ്വീപിൽ അവർ ഇറങ്ങി. ആ ദ്വീപിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കഴുതപ്പുറത്തോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ഏതോ ഒരു വാഹനപ്പുറത്ത് കയറി, കപ്പലിൽ നിന്ന് ഇറങ്ങി ആ വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് വീണാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അവിടെ മരണപ്പെടുന്നത്. പ്രവാചക പ്രവചനം അതേപടി പുലർന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന അനസ് റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. അനസ് എന്ന ചെറിയ പ്രായക്കാരനായ തന്റെ ഭൃത്യന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണുള്ളത്? പക്ഷേ അവരുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പോയിരുന്നു. അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. വമാ ഹുവ ഇല്ല അന വ ഉമ്മി വ ഉമ്മു ഹറാം ഖാലത്തി, ഞാനും എന്റെ ഉമ്മയും ഉമ്മു സുലൈം, അതുപോലെ എന്റെ ഖാലത്തും മാതൃ സഹോദരി ഉമ്മു ഹറാമും ആയിരുന്നു സാധാരണ വീട്ടിൽ ഉണ്ടാകാറുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വരൂ, നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം, ഞാൻ നിങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാം. നിർബന്ധ നിസ്കാരങ്ങളല്ല, ഫർദല്ല, സുന്നത്ത് നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയും. എന്നിട്ട് നമ്മളുമായി ഒരുമിച്ച് പ്രവാചകൻ സഭ ഇമാമായി നിന്ന് നമസ്കരിക്കും. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് ഈ ഹദീസ് കേൾക്കുന്ന താബഈ പണ്ഡിതന്മാർ ചോദിക്കുന്നത് കാണാം. ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഐന ജഅല അനസൻ മിൻഹു, അപ്പോൾ എവിടെയായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു നിർത്തിയത്? കാരണം അനസ് റളിയല്ലാഹു അൻഹു ഉള്ളൂ ആകെ ആൺകുട്ടിയായി. അപ്പൊ എവിടെയായിരിക്കും മഅ്മൂം നിർത്തിയത് എന്നവർക്ക് സംശയം. ഇത് കേൾക്കുമ്പോൾ, ഈ സംഭവം കേൾക്കുമ്പോൾ, അപ്പോ ജഅലഹു അലാ യമീനിഹി, തന്റെ വലതുഭാഗത്തായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂമായി നിർത്തിയത് എന്ന് ഹദീസ് റിപ്പോർട്ടർമാർ ഇങ്ങനെ പരസ്പരം ഉദ്ധരിച്ചു പോകുന്നത് നമുക്ക് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നിസ്കാരം കഴിഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. സുമ്മ ദഅലനാ അഹ്ലൽ ബൈത്ത് ബികുല്ലി ഖൈരിൻ മിൻ ഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറിനു വേണ്ടിയും അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിലിരുന്ന് ഈ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. അനസിന്റെ വീട്ടുകാർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ അനസും അനസിന്റെ വീട്ടുകാർ, അനസിന്റെ കുടുംബത്തിന് നീ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് തൊട്ട് അടുത്തിരുന്ന അനസ് റളിയല്ലാഹു അൻഹും അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയും പിന്നെ ഉമ്മയുടെ സഹോദരിയും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു ദിവസം എന്റെ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ ഹുവൈദിം, ഖാദിം എന്നതിന്റെ ചെറിയ രൂപമാണ് ഹുവൈദിം, ചെറിയ ഖാദിം എന്നർത്ഥം. അനസിനു വേണ്ടി പ്രവാചകർ നിങ്ങൾ പ്രത്യേകം ഒരു പ്രാർത്ഥന കൂടി നടത്തണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി മാത്രം ഫദഅലി ബികുല്ലി ഖൈർ, എല്ലാ ഖൈറിനു വേണ്ടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെ പ്രവാചകൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇങ്ങനെ, ആ അവസാനത്തെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു വ ബാരിക് ലഹു ഫീ, അല്ലാഹുവേ അനസിന് നീ ഒരുപാട് സമ്പത്ത് കൊടുക്കണം, സമ്പത്തിൽ വർധനവ് കൊടുക്കണം, വലദഹു ഒരുപാട് മക്കളെ നൽകണം, വ ബാരിക് ലഹു ഫീ അതിലൊക്കെയും നീ അവന് ബർക്കത്ത് കൊടുക്കുകയും ചെയ്യണം. അനസ് റളിയല്ലാഹു അൻഹു അത് പിന്നീട് പറയുന്നത് കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. പിന്നീട് പറയുന്നത് കാണാം, ഞാൻ മരണപ്പെടുമ്പോൾ അൻസാരികളിൽ എന്നെക്കാൾ കൂടുതൽ സമ്പത്തുള്ള, എന്നെക്കാൾ കൂടുതൽ മക്കളും പേരക്കുട്ടികളുമുള്ള വേറൊരാളും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം അല്ലാഹു എനിക്ക് സമ്പത്തിലും സന്താനങ്ങളിലും പ്രവാചകന്റെ ഈ പ്രാർത്ഥന കാരണം ഒരുപാട് ബർക്കത്തുകൾ ചൊരിഞ്ഞു തരികയുണ്ടായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അപ്പോ നമുക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒക്കെ നമ്മൾ ഒരു പ്രാർത്ഥനയിൽ ഒരു ഇടം നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെയാണ്
നമുക്ക് വേണ്ടി എന്തെങ്കിലും ജോലികൾ ചെയ്തു തരുന്ന, ആത്മാർത്ഥമായി പണിയെടുക്കുന്ന നമ്മുടെ കീഴിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്താണ്. നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു തരുന്ന, ഒരു പക്ഷെ നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. ഈ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, ഇനി അടിമകൾ എന്നത് മാത്രമല്ലോ, ഖാദിമുകൾ അല്ലെങ്കിൽ അജീർ, നമ്മൾ ഉജറക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തുന്ന ജോലിക്കാർ, ഇവരൊക്കെയുള്ള ഹദീസുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. നമുക്ക് കീഴിലുള്ള ശമ്പളം നമ്മൾ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും, നമുക്ക് കീഴിലുള്ള ജോലിക്കാരനാണ്, നമ്മളൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട്, പക്ഷെ അയാളുടെ ഖൈറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇനി വരുന്ന ഹദീസുകൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അടിമകളോട് അല്ലെങ്കിൽ ഖാദിമീങ്ങളോട് ചോദിച്ചിരുന്നതായിരുന്നു, അലക ഹാജ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് പ്രവാചകൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സംഭവം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി ഒതുവെടുക്കാനുള്ള വെള്ളവും മറ്റുമൊക്കെ തയ്യാർ ചെയ്തു കൊടുക്കുന്ന, പ്രവാചകന്റെ വാതിൽപ്പടിയിൽ കാത്തിരിക്കുന്നയാളായിരുന്നു റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ പുറത്തായിരുന്നു അദ്ദേഹം കഴിച്ചുകൂട്ടിയിരുന്നത്. അപ്പോൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒതുവെടുക്കാനുള്ള ആ വെള്ളവും അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെയായി ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅ റളിയല്ലാഹുവിനോട് ചോദിച്ചു, റബീഅ സൽ, റബീഅ നിനക്ക് എന്ത് വേണം, എന്ത് ചോദിക്കാം, സൽ റബീഅ നിനക്ക് എന്ത് ചോദിക്കാം. ഇമാം അഹ്മദ് ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാം, റബീഅ റളിയല്ലാഹു ആ നിമിഷം ആലോചിച്ചു എന്നാണ്. അദ്ദേഹം ആ നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ പറയുന്നത് കാണാം. ചിന്തിച്ചു, ഞാൻ എന്താണ് അല്ലാഹു റസൂലോട് ചോദിക്കുക, ഞാൻ ദുനിയാവിന്റെ എന്ത് സംഗതി ചോദിച്ചാലും, ഏതൊരു അനുഗ്രഹം ചോദിച്ചാലും അതെന്തായാലും ദുനിയാവ് കഴിയുന്നതോടുകൂടി അത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഫഫക്കർതു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു, ദുനിയാവ് എന്ത് കാര്യം ചോദിച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. മാത്രമല്ല അള്ളാഹു എനിക്ക് എന്ത് റിസ്ക് നിശ്ചയിച്ചോ അതിനേക്കാൾ കൂടുതലോ കുറവൊന്നും എനിക്ക് കിട്ടാനും നഷ്ടപ്പെടാനും ഒന്നും പോകുന്നില്ല, അതെന്തായാലും എനിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ദുനിയാവിലെ ചില നേട്ടങ്ങൾ ചോദിച്ചു, പ്രവാചകനോട് ചോദിച്ചു എന്ന് കരുതാൻ അതിപ്പോ കിട്ടും, പിന്നെ അത് പോകും. പക്ഷേ അതെനിക്ക് ഉപകാരമില്ല, നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെയാണല്ലോ ഞാൻ ചോദിക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പിന്നീട് പ്രവാചകൻ ചോദിക്കുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലാഹുവിന്റെ പ്രവാചകരെ സ്വർഗത്തിലെ താങ്കളോടൊപ്പമുള്ള സഹവാസം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, താങ്കളുടെ മുറാഫഖത്ത്, താങ്കളോടൊപ്പം സ്വർഗത്തിലായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ആലോചിച്ചിട്ടാണ് ഇത് പിന്നീട് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇത് ആരാണ് നിന്നോട് ഇത് ചോദിക്കാൻ നിന്നോട് ആരാണ് പറഞ്ഞു തന്നത്? വേറൊരു റിപ്പോർട്ടിൽ അല്ല, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് കാണാം. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദാക്, പ്രവാചകരെ എനിക്ക് ഇതല്ലാതെ വേറൊരു ആഗ്രഹം. കാരണം അദ്ദേഹം ചിന്തിച്ചു, കാരണം പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്ത സ്വഹാബിമാരായിരിക്കും റസൂലിന്റെ കൂടെ ഉണ്ടാവുക. ഞാനൊക്കെ അല്ലാഹുവിന്റെ റസൂലിന് ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു കൊടുക്കുന്ന, പ്രവാചകന്റെ രാത്രി ഒതുവിനുള്ള വെള്ളം എടുത്തു കൊടുക്കുന്ന, പ്രവാചകന്റെ വീടിന് മുന്നിൽ അവിടെ തന്നെ ക്ഷീണിച്ച് തളർന്ന് കിടന്നുറങ്ങുന്ന എന്നെ പോലുള്ള ഒരാളൊന്നും റസൂലിനോട് അത്രയേറെ അടുത്ത അബൂബക്കർ, ഉമർ അതുപോലുള്ള വലിയ വലിയ സ്വഹാബികളുടെ അടുത്തൊന്നും ഏതായാലും എത്തില്ല. അപ്പൊ എന്നെയൊന്നും അവിടെ സ്വർഗത്തിലെത്തിയാൽ പ്രവാചകൻ പരിഗണിച്ച് എന്ന് പോലും വരില്ല, ഞാനൊക്കെ എത്രയോ താഴെത്തട്ടിലായിരിക്കും. അപ്പൊ അത് എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് പ്രവാചകനോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണോ അവിടെ സഹവാസം വേണം എന്ന് ചോദിക്കാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തിസ് സുജൂദ്, റബീഅ എന്നെ നീ ഈ വിഷയത്തിൽ നീ നിന്നെ സ്വന്തത്തിനെ തന്നെ സഹായിക്കണം, ഒരുപാട് സുജൂദുകൾ കൊണ്ട്, സുജൂദുകൾ വർദ്ധിപ്പിക്കുക, അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചു, രാത്രി നിസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് റബീഅ നീ എന്നെ സഹായിക്കണം, അഥവാ നീ നിന്നെ തന്നെ സഹായിക്കണം. അല്ലാഹുവിന്റെ റസൂലിന് മാത്രം ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സംഗതിയല്ല. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ അത്രയേറെ വലിയ ഉന്നത പദവിയിൽ എത്തുക എന്നുള്ളത് ആ മനുഷ്യന്റെ കൂടെ വലിയൊരു പ്രയത്നം ആവശ്യമുള്ള സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഒരിക്കലും അത്ര പെട്ടെന്ന് ഒരു മനുഷ്യനെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക്, പ്രവാചകന്റെ പദവിയിലേക്ക് തന്നെ ഉയർത്തുക എന്നത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം വരല്ലോ. അതുകൊണ്ട് നീയും എന്നെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് സഹായിക്കണം റബീഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. അപ്പോ അത്രയേറെ പരിഗണന റബീഅ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. റബീഅ എന്ന ചെറിയ ആ സ്വഹാബിക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ചോദ്യമാണല്ലോ കാരണം. നമുക്കും ഒരുപാട് ഉപകാരങ്ങൾ തരുന്ന, ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മൾ പറഞ്ഞാൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകാം. ഒരു പക്ഷേ നമ്മളൊരു
അപ്പോൾ നമുക്കും ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ എന്ന നിലക്ക്, ഒരു സമൂഹം എന്ന നിലക്ക് ഒരു വിഭാഗം ആളുകളെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് മുകളിലോ അല്ലെങ്കിൽ താഴെയോ ഒക്കെ ആയിട്ടായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അങ്ങനെയാണെങ്കിലാണ് ഈ ലോകം മുന്നോട്ട് പോവുക. പക്ഷെ അവിടെ നമ്മൾ ഒരു കൂട്ടം ആളുകളുടെ ഉത്തരവാദിത്വം ഉള്ള അല്ലെങ്കിൽ മുകളിലുള്ള അള്ളാഹു അവരുടെ ഒരു ചുമതല നൽകിയ ആളാണെങ്കിൽ അവരോടുള്ള കടപ്പാടുകളും നമ്മൾ ചെയ്യുന്ന ചില തീരുമാനങ്ങളും എടുക്കുന്ന ചില തീരുമാനങ്ങളും ചില നടപടികളുമൊക്കെ നാളെ പടച്ചവന്റെ കോടതിയിൽ നമുക്കെതിരായി വരാതിരിക്കാൻ അത്രയേറെ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, ആതു അൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖു, വിയർപ്പ് വറ്റുന്നതിന് മുൻപ് നിങ്ങൾ കൂലിക്ക് വിളിച്ച ആളുടെ കൂലി അജ്ർ നിങ്ങളത് കൊടുത്തു വീട്ടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു സ്വഹീഹായ ഹദീസ്. സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകൾക്ക് വേണ്ടി ഞാൻ അവരോട് തർക്കിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ അവർക്ക് എതിരായിരിക്കും, അവരുടെ എതിരാളിയായി അവരോട് തർക്കിക്കുന്ന ആളായിരിക്കും ഞാൻ. ഒന്ന്, ഒരു കാര്യം അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ ഒരു കാര്യം പറഞ്ഞത്, ഇസ്ലാമിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ട് പിന്നെ വഞ്ചിച്ചു കളഞ്ഞാണ്. ഒരു കരാർ വെക്കുമ്പോൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ചുമതലയിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കരാർ വെക്കുന്നു ഒരു മുസ്ലിം, അതിൽ നിന്ന് പിന്നീട് പിന്മാറുന്നു, അല്ലെങ്കിൽ വഞ്ചന കാണിക്കുന്നു, ചതിക്കുന്നു, അവരോട് ഞാൻ എതിരിലായിരിക്കും, ഞാൻ അവനെ ഖസ്മായിരിക്കും, അവന്റെ എതിരാളിയായിരിക്കും ഞാൻ. രണ്ടാമത്തെ ആൾ സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാക്കി വിറ്റ് അതിന്റെ വില, അതിൽ നിന്ന് കിട്ടിയ സമ്പത്ത് ഭക്ഷിക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റജുലുൻ ബാഅ ഹുർറൻ ഫഅകല തമനഹു, സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാക്കി വിറ്റു, അത് അത്രയേറെ വലിയ പാതകമാണ്. മൂന്നാമത്തെ ആൾ വറജുലുൻ ഇസ്തഅജറ അജീറൻ, അടിമയല്ല, ഇസ്തഅജറ അജീറൻ, മറ്റൊരാളെ കൂലിക്ക് വിളിച്ചു, അജർ കൊടുക്കാം, കൂലി കൊടുക്കാം, ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. ഫസ്തൗഫാ മിൻഹു, അയാളുടെ ജോലി, അയാളുടെ ഉപകാരമൊക്കെ പൂർണ്ണമായും അയാൾക്ക് കിട്ടി, ജോലിയൊക്കെ അയാൾ ചെയ്തു. വലം യുഅതിഹി അജ്റ, പക്ഷെ അയാൾ കൂലി കൊടുത്തില്ല. ഇവന് വേണ്ടി ഞാൻ അവന്റെ എതിരാളിയായി നിന്ന് നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അത് ഉൾപ്പെടുത്തി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു മനുഷ്യൻ വന്നിരുന്നു. എന്നിട്ട് സ്വന്തം തൻ്റെ കീഴിലുള്ള അടിമകളെ കുറിച്ച് പരാതി പറയാൻ തുടങ്ങി. എനിക്ക് 2 അടിമകളുണ്ട്, അവർ ഏതു നേരവും എന്നോട് കളവ് മാത്രമേ പറയൂ. യുകദ്ദിബൂനനി വയഖൂനൂനനി വയഅസൂനനി, ഞാൻ പറയുന്നൊന്നും അനുസരിക്കില്ല, ഞാൻ ഏൽപ്പിച്ചത് എന്താണോ അതിൽ ഒരുപാട് തിരിമറികൾ നടത്തും, എന്നോട് കള്ളം പറയും, ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കില്ല, എന്നെ എല്ലാ രൂപത്തിലും പറ്റിക്കുന്ന 2 അടിമകൾ. അപ്പൊ ഇങ്ങനെ കുറെ അനുസരണക്കേട് കാണിക്കുമ്പോൾ വാഷ്തുമുഹും വാദ്രിമുഹും, ഞാൻ അവരെ തിരിച്ച് അതിൻ്റെതായ ചീത്ത പറയും, ശകാരിക്കും, ഞാൻ ചിലപ്പോൾ അടിക്കും. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ ചെയ്യുന്നതിനോട് എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത്? ഞാൻ പണം കൊടുത്ത് വാങ്ങിയതാണ്, എൻ്റെ അസറ്റാണത്, അതിനുള്ള ഉപകാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ എങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്സബു മാ ഖാനൂക വഅസൗക വകദ്ദബൂക വഇഖാബുക ഇയ്യാഹും, അവർ നിന്നോട് ചെയ്ത ഈ അനുസരണക്കേടും ചതിയും വഞ്ചനയും ഒക്കെ നീ കണക്ക് കൂട്ടുക. യഹ്സബുക, നീ കണക്ക് കൂട്ടുക, നീ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റും കണക്ക് കൂട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവരുടെ ഈ അനുസരണക്കേടും ഇവർ ചെയ്യുന്ന പിന്നെ തെറ്റും നിന്റെ ശിക്ഷയും ഒരുപോലെയാണെങ്കിൽ കഫാഫൻ, ഒരുപോലെ ഒരു പ്രശ്നമില്ല, അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്. പക്ഷേ അതിന് മുകളിലായി കഴിഞ്ഞാൽ, അല്ല അതിന് താഴെയാണ് നീ അവർ ചെയ്ത തെറ്റിന് അത്രത്തോളം ശിക്ഷ കൊടുക്കുന്നില്ല, അതിനേക്കാൾ കുറച്ചാണ് നീ ശിക്ഷ കൊടുക്കുന്നതെങ്കിൽ അത് നിനക്ക് നാളെ നിന്റെ ഔദാര്യമാണെന്ന്, നിനക്ക് നാളെ അതിന്റെ കൂലി ഉണ്ടാവും. പക്ഷേ അവർ ചെയ്തതിനേക്കാൾ അപ്പുറത്താണ്, അതിനേക്കാൾ കഠിനമാണ് നീ കൊടുക്കുന്ന ശിക്ഷയെങ്കിൽ നാളെ പരലോകത്ത് അത് പ്രതിക്രിയ ചെയ്യപ്പെടും. അതിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്ത് അതിന്റെ പരിഹാരം, പ്രായശ്ചിത്തം നാളെ പരലോകത്ത് നിന്നിൽ നിന്ന് ഈടാക്കപ്പെടും. അപ്പൊ ഈ മനുഷ്യൻ അവിടെ ഇരുന്നു, കുനിഞ്ഞവിടെ ഇരുന്നു ആ സ്വഹാബി. എന്നിട്ട് ചിന്തിച്ചു, ഒരുപാട് നേരം ചിന്തിച്ചു. ആ മനുഷ്യൻ കരഞ്ഞു. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് പറഞ്ഞു, അമാ തഖറഉ കിതാബല്ലാഹ്, നീ അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ നീ വായിച്ചിട്ടില്ലേ? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഏത് ആയത്ത്? പ്രവാചകൻ ആയത്ത് പറഞ്ഞു കൊടുത്തു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന് വേണ്ടി നാം നീതിയുടെ തുലാസ്, ഖിസ്തിന്റെ മീസാൻ, അത് നാം സ്ഥാപിക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, അന്ന് ഒരാത്മാവിനോടും അനീതി ചെയ്യപ്പെടുകയില്ല, അക്രമം ദുൽമ ചെയ്യപ്പെടുകയില്ല എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നീ പാരായണം ചെയ്യുന്നില്ലേ?
അപ്പൊ അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവാണ് സത്യം, എനിക്കിപ്പോൾ തോന്നുന്നത് ഏറ്റവും നല്ലത്, എനിക്കും അവർക്കും നല്ലത് ഞാൻ അവരെ വേർപിരിയുക എന്നതാണ്. അഷ്ഹദു ഉഷ്ഹിദുക അന്നഹും അഹ്റാറുൻ കുല്ലുഹും, അവർ രണ്ടുപേരും ഞാൻ സ്വതന്ത്രമാക്കിയിരിക്കുന്നു പ്രവാചകരെ, താങ്കൾ സാക്ഷിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസ്. ഇത് ഒരുപാട് മേഖലകളിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു ഹദീസാണ്. മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ നമ്മൾ കീഴിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശമ്പളത്തിന് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വിളിച്ച ആളെ ആരും ആയിക്കൊള്ളട്ടെ, നമ്മളും അവരും തമ്മിൽ യോജിച്ചു പോകുന്നില്ലെങ്കിൽ അവരെ ഏതെങ്കിലും തലത്തിൽ പ്രയാസപ്പെടുത്തുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് മാന്യമായി ആ ജോലി ഒഴിവാക്കാം. നമ്മൾ തമ്മിൽ യോജിച്ചു പോകുന്നില്ല, നീ നിന്റെ ജോലി വേറെ ജോലി പോയിക്കോളൂ, എൻ്റെ ഇവിടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ സംവിധാനത്തിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് എത്രയും വേഗം ഒഴിവാക്കുക എന്നതാണ് അവിടെ ചെയ്യേണ്ടത്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, മൻ ലഅമകും മിൻ മംലൂകികും, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൽപ്പനകളോട്, നിങ്ങളുടെ ചിന്തകളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ രീതിയോട് യോജിക്കുന്നല്ല, അമെന്നാണ് യോജിക്കുന്ന ആളുകൾ, അടിമകൾ ഉണ്ടെങ്കിൽ ഫഅതഇമൂഹു മിമ്മാ തഅകുലൂൻ വക്സൂഹു മിമ്മാ തൽബസൂൻ, ഈ പറഞ്ഞതുപോലെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ അവർക്ക് നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതുപോലെ കൊടുത്ത് ആ മാന്യമായി ഇടപെടുക. വമൻ ലം യുലാഇംകും മിൻഹും, നിങ്ങളോട് യോജിക്കുന്നില്ല, നിങ്ങളുടെ അടിമയാണ്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, നിങ്ങളുടെ രീതിക്ക് പറ്റിയ ആളല്ല എങ്കിൽ ഫബീഉഹു, നിങ്ങൾ അയാളെ വിറ്റുകളെ, ആ അടിമയെ നിങ്ങൾ വിൽക്കുക, ഒഴിവാക്കുക. വലാ തുഅദ്ദിബു ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ശിക്ഷിക്കരുത്, അദാബ് അവിടെ ഏർപ്പെടുത്തരുത്. കാരണം അത് പിന്നീട് നാളെ പരലോകത്ത് നമുക്കെതിരായി വരുന്ന ഒരു സംഗതിയാകും. അത് പിന്നെ മറ്റു പല ആരോപണങ്ങൾ അയാൾക്കെതിരെ പിന്നെ ഉന്നയിക്കാനും അയാളെ അവിടെ നിന്ന് ബുദ്ധിമുട്ടിച്ച് പുറത്താക്കാനും ഒക്കെയുള്ള ഇടവരുത്തും. അതുകൊണ്ട് അതിനിടവരുത്തുന്നതിന് മുമ്പ് മാന്യമായി അടിമയാണെങ്കിൽ വിറ്റുകളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ഇന്നത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് അയാളുമായുള്ള ആ ഇടപാട് അവിടെ നിർത്തിവെക്കാം, ഇനി മുതൽ നമുക്ക് സ്വതന്ത്രമായി ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആളെ ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളാം എന്ന വഴികൾ സ്വീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ ഖദഫ മംലൂകഹു, ആരെങ്കിലും തൻ്റെ അടിമയെ ദുരാരോപണം നടത്തി കഴിഞ്ഞാൽ, വ്യഭിചരിച്ചു അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം, പിന്നെ വഹുവ ബരീഉ മിൻഹു, അവൻ നിരപരാധിയാണ്, പക്ഷേ ഉടമയാണല്ലോ, അയാൾ പറയുന്ന വാക്കിലായിരിക്കും കുറച്ചുകൂടി സ്വീകാര്യത. അങ്ങനെ ആരെങ്കിലും വ്യാജമായി ആരോപണം നടത്തി കഴിഞ്ഞാൽ ജുലിദ യൗമൽ ഖിയാമ, ഈ വ്യഭിചാര ആരോപണം നടത്തി കഴിഞ്ഞാൽ ഈ വ്യഭിചാരത്തിന്റെ ശിക്ഷ നാളെ പരലോകത്ത് ഈ ഉടമയ്ക്ക് അല്ലാഹു നൽകും. ഖിയാമത്ത് നാളിൽ അയാൾ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇല്ല അയ്യക്കുന കമാ ഖാല, അയാൾ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ ഈ ശിക്ഷ അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരിക്കൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹു റസൂൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, അല്ലാഹു റസൂൽ കം നഅഫു അനിൽ ഖാദിം, ഇസ്ലാമിന്റെ അടിമത്വം എന്താണെന്ന്, അടിമ എന്നുള്ള വാക്കൊന്നും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. എന്താണ് പ്രവാചകൻ അടിമകളോട്, അടിമ എന്ന് പറയുന്ന ആളുകളോട് സ്വീകരിച്ചത്? ഈ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ ഇത് അടിമ എന്നുള്ള വാക്ക് ഒരിക്കലും ഈ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അസ്വഹാബി ചോദിച്ചു, കം നഅഫു അനിൽ ഖാദിം, പ്രവാചകരെ എത്ര തവണ നമുക്ക് ഈ നമ്മുടെ ഖാദിമിനോട് ക്ഷമിക്കാൻ പറ്റും, എത്ര തവണ ക്ഷമിക്കണം? റസൂൽ ഒന്നും മിണ്ടിയില്ല. പിന്നെ വീണ്ടും ചോദിച്ചു, വീണ്ടും ആവർത്തിച്ചു. മൂന്നാം തവണ ആവർത്തിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ, ഒരു ദിവസം 70 തവണയെങ്കിലും നീ അവനോട് വിട്ടുവീഴ്ച കാണിക്കണം, അഫു ചെയ്തു കൊടുക്കണം. ഒരു ദിവസം, ഒരാഴ്ചയല്ല, ജീവിതകാലമല്ല, ഒരു ദിവസം 70 തവണയെങ്കിലും വിട്ടു. ഇങ്ങനെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അടിമ എന്തടിമയാണ് എന്ന് ഇസ്ലാമിന്റെ വിമർശകരായ ആളുകളോട് നമുക്ക് സിമ്പിളായി ചോദിക്കാവുന്നതാണ്. ഇസ്ലാം പറയുന്ന അടിമകളും ഇസ്ലാം കൽപ്പിക്കുന്ന ഖാദിമികളും ഒക്കെ ഇതാണ്. അടിമയെ എൻ്റെ അടിമ സ്ത്രീ എന്ന് വിളിക്കുന്നത് നിങ്ങൾ വിളിക്കരുത്. നേരെ മറിച്ച് വലിയ ഗുലാമി, ഫത്ത എന്ന് പറഞ്ഞാൽ അറബിയിൽ ചെറുപ്പക്കാരൻ്റെ അർത്ഥമുള്ള പിന്നെ വാചകമാണ്. ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി അല്ലെങ്കിൽ ഒരു ഭൃത്യൻ എന്നൊക്കെ അർത്ഥം വരുന്ന വാചകമാണ്. അബ്ദ് ലാ തഖുൽ അബ്ദി, എൻ്റെ അടിമ എന്ന് നിങ്ങൾ വിളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാം. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് അദ്ദേഹം അടിമയെ തല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഏലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് നീ മനസ്സിലാക്കണം, നീ അറിയണം എന്നാണ് ശബ്ദം. അപ്പോൾ ഈ അടിയുടെ ഈ കോൺസെൻട്രേഷനിൽ, ആ ഒരു ദേഷ്യത്തിൽ ഇദ്ദേഹം കേട്ടില്ല. കുറച്ച് അടുത്ത് വന്നപ്പോഴാണ് കേട്ടത്. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏലം അബാ മസ്ഊദ് എന്ന് പറഞ്ഞു. അബൂ മസ്ഊദ് നീ മനസ്സിലാക്കണം, അബൂ മസ്ഊദ് നീ അറിയണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാഹു റസൂലിനെ കണ്ടപ്പോൾ തന്നെ കയ്യിലുള്ള ചാട്ടവാർ, അടിമയെ അടിച്ചുകൊണ്ട് ചാട്ടവാർ പ്രവാചകനെ കണ്ട ഗാംഭീര്യത്തിൽ കയ്യിൽ നിന്ന് താഴെ വീണു. അബൂ മസ്ഊദ് മനസ്സിലാക്കണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, നിനക്ക് നിന്റെ അടിമയോട് നിനക്ക് എത്രമാത്രം അധികാരമുണ്ടോ, അയാളുടെ മേൽ നിനക്ക് സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, നിന്റെ അടിമയാണ് അയാൾ, അതിനേക്കാൾ അധികാരം അബൂ മസ്ഊദ് നിന്റെ മേൽ നിന്റെ സട്ടാവായ അല്ലാഹുവിനുണ്ട് എന്ന് മനസ്സിലാക്കണം.
അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ അദ്രിബു മംലൂകൻ ബഅദഹു അബദ. അതിനുശേഷം പ്രവാചകർ ഇത് പറഞ്ഞതിന് ശേഷം എൻ്റെ കൈ ഒരു അടിമക്ക് നേരെ പൊന്തിയിട്ടില്ല. ഞാനൊരു അടിമയെയും എൻ്റെ അടിമ ഞാൻ പണം കൊടുത്ത് വാങ്ങി എൻ്റെ അടിമയെ ഞാൻ ജീവിതത്തിൽ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായിരുന്നു സുവൈദ് ഇബ്നു മുഖദ്ദിൻ. അദ്ദേഹത്തിന്റെ മകൻ പ്രവാചകന്റെ വഫാത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുആവിയത്ത് ഇബ്നു സുവൈദ് ഒരു അടിമയെ അടിച്ചു. ഉപ്പയുടെ അടിമയെ അടിച്ചു. അപ്പൊ ഇനി ഉപ്പ എന്ത് പറയുമെന്ന് അറിയില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി, വേറെ എങ്ങോട്ടോ പോയി. പിന്നെ ദോഹർ നിസ്കാരത്തിന് സമയമാകുമ്പോഴാണ് തിരിച്ച് ഉപ്പാനെ പേടിച്ച് ഉപ്പാനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് അറിയില്ല. അപ്പൊ വന്നു, പള്ളിയിൽ ഉപ്പ ഉണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഉപ്പന്റെ നേരെ പുറകിൽ പോയി നിസ്കരിച്ചു. കാരണം വേറെ കൂടെ നിന്നാ ഉപ്പ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടാലോ. പക്ഷേ ഉപ്പ അദ്ദേഹത്തെ കണ്ടു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ പോകുന്നതിന് ഉപ്പ അദ്ദേഹത്തെ വിളിച്ചു, അടിമയെയും വിളിച്ചു. സുവൈദ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ സ്വഹാബിയ. സുവൈദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയോട് പറഞ്ഞു, മകനായ മുആവിയ ഇംതസിൽ മിൻഹു, നീ നിന്നെ അടിച്ചതുപോലെ നീ തിരിച്ചടിക്കാൻ പറഞ്ഞു. എൻ്റെ മകനെ നീ തിരിച്ചടിക്കാൻ പറഞ്ഞു. എന്നിട്ട് മകന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അടിമ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അടിമ അത്രയ ഒരു അത്ഭുതകരമായ സംഭവമാണല്ലോ. അടിമ യജമാനന് അടിമ എന്ത് ചെയ്തു? വിട്ടുവീഴ്ച ചെയ്തു, അഫു ചെയ്തു കൊടുത്തു. എന്നിട്ട് സുവൈദ് എന്ന സ്വഹാബി മകനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ബനു മുഖദ്ദിൻ, ഞങ്ങളുടെ ഗോത്രം, ആ ഗോത്രത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ഒരാൾ, ഞങ്ങൾക്ക് ആകെ ഒരു ഖാദിമ ഉണ്ടായിരുന്നു. ആ ഖാദിമ സ്ത്രീ, ആ പെൺകുട്ടിയെ, ആ അടിമ പെൺകുട്ടിയെ ഞങ്ങളിൽ ഒരാൾ അടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് മുഖത്താണ് അടിച്ചത്. ആ പെൺകുട്ടി പരാതിയുമായി ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞു. റസൂൽ നമ്മളോട് പറഞ്ഞു, നമ്മുടെ ഗോത്രത്തോട് പറഞ്ഞു, അഹതിഖൂഹ, ഉടനെ സ്വതന്ത്രമാക്കണം. വേറെ പിന്നെ തിരിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നല്ല, ഉടനെ അത്ര വില കൊടുത്തു വാങ്ങി അടിമ സ്വതന്ത്രം, അഹതിഖൂഹ എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് ആകെ ഒരാളേ ഉള്ളൂ, വീട്ടിലെ ജോലികളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ഒരടിമ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലികളും മറ്റു കാര്യങ്ങളും നടക്കില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ആയിക്കോട്ടെ, പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു അടിമയെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി എപ്പോ വരുന്നോ അതുവരെ നിങ്ങൾ ഈ അടിമയെ ഉപയോഗിച്ചു. എപ്പോ നിങ്ങൾക്ക് അടുത്തൊരു അടിമയെ കൂടി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി വരുന്നോ അന്ന് നിങ്ങൾ ഈ അടിമയെ, കാരണം നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കീഴിലുള്ളവരോട്, താഴ്ന്നവരോട്, അല്ലെങ്കിൽ താഴ്ന്നവരെ ആളുകൾ ഗണിക്കുന്നവരോട്, അടിമകളെന്ന് ആളുകൾ ആക്ഷേപിക്കുന്നവരോട് സ്വീകരിച്ച സമീപനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സന്ദർഭം വിശദീകരിച്ച 3-4 സ്വഹാബിമാർ കാണാം. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അനസ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഒരുപാട് പേർ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ, പല രൂപത്തിൽ റിപ്പോർട്ടുകൾ ചെയ്ത ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്ക് വസിയത്ത് എന്തായിരുന്നു? ഏറ്റവും അവസാനത്തെ വസിയത്ത്, കാന ആഖിറ കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അവസാനത്തെ വസിയത്ത്. ചില റിപ്പോർട്ടുകളിൽ അതിനുശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ തൊണ്ടയിൽ നിന്ന് ഗർഗറ ശബ്ദം വന്നു എന്നാണ്, റൂഹ് പുറപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. ആ ഏറ്റവും അവസാനത്തെ വസിയത്ത് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ, സുനനിൽ ഉൾപ്പെടുത്തിയ ഹദീസ്, അസ്സലാഹ്, നിസ്കാരം. ഒന്നാമതായി പ്രവാചകൻ നിസ്കാരം. അതിനോട് ചേർത്ത് പറഞ്ഞു, വമാ മലക്കത്ത് ഐമാനുക്കും, അല്ലെങ്കിൽ ഇത്തഖുല്ലാഹ ഫീമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ കാണിക്കണം, സൂക്ഷ്മത പാലിക്കണം, നിങ്ങളത് സൂക്ഷിക്കണം എന്നതായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയത്ത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് മാത്രമല്ല ഇന്നത്തെ കാലത്തും ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരായി വരുന്ന രൂപത്തിൽ നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും ആയിക്കൂടാ. അത് നമ്മുടെ താഴ്ന്നവരായിരുന്നാലും, നമ്മുടെ മുകളിലുള്ളവരായിരുന്നാലും, പിന്നെ സ്ഥിതിയിലുള്ള ആളുകളായിരുന്നാലും, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്ന രൂപത്തിലുള്ള, ആരോടും അക്രമവും അനീതിയും ചെയ്യാത്ത രൂപത്തിലുള്ള ബന്ധങ്ങളായിരിക്കണം നമ്മളെല്ലാവരും നിലനിർത്തേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ, പ്രവാചക അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ, നാളെ പരലോകത്ത് ആരോടും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒന്നുമില്ലാതെ സുഗമമായി നല്ല ഹിസാബിൽ എളുപ്പത്തിൽ സിറാത്ത് പാലം കടന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക.